അൽഹംദുലില്ലാഹ്, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് കൂടുതലായി ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ടതിൽ എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട കോറത്ത് തങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ പരിപാടിക്കും ഇതിൻ്റെ തുടക്കം മുതൽ 17 പ്രാവശ്യം ഈ സ്ഥാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇവിടെ വന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ എല്ലാ വാർഷികത്തിനും അജ്മീർ മൗലൂദിന് നേതൃത്വം ബഹുമാനപ്പെട്ട പയ്യക്കി തങ്ങൾ വഫാത്തായതിനു ശേഷം ആ നേതൃത്വം ഇവിടെ അജ്മീർ മൗലൂദിന് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളവരായിരുന്നു. എല്ലാ വാർഷികത്തിനും ക്ഷണിച്ച് നമ്മൾ സമയം കൊടുക്കുന്നതിനേക്കാൾ 10 മിനിറ്റ് മുമ്പ് തന്നെ ഇവിടെ വന്ന് അൽഹംദുലില്ലാഹ് നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വഫാത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയും ഉണ്ടായി. ഇങ്ങനെ സ്ഥാപനമായി നല്ല നിലക്ക് നമ്മളോട് ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ, മഹാനവരുടെ ദർജ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. മഹാനവരുകൾ ഈ മഹത്തായ പള്ളിയിൽ ആദ്യം ജുമാക്ക് ഖുതുബ നേതൃത്വം നൽകുന്നതും ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ അവറുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പേര്, അതുപോലെ തന്നെ ദർസ് ഉദ്ഘാടനം, അതുപോലെ മറ്റെല്ലാ വിഷയങ്ങളിലും നമുക്ക് നേതൃത്വം തന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് പോസോട്ട് തങ്ങൾ ഉസ്താദ്. മഹാനവറുകൾ ഞാൻ കഴിഞ്ഞ 6-ാം തീയതി ഇവിടെ അനുസ്മരണ പരിപാടി ഇവിടെ നടത്തി. മഹാനായ തങ്ങളെ ബഹുമാനപ്പെട്ടവர்கள் പോസോട്ട് തങ്ങൾ ഉസ്താദ് ഇവിടെ വന്നു. ഇതിന് ദാറുൻ നജാത്ത് എന്ന പേര് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, മൊയിലാരെ പേടിക്കേണ്ടതില്ല, മുത്തഅല്ലിമീങ്ങളെ വേണ്ടത്ര എടുത്തോ, ഭക്ഷണം അവിടേക്ക് എത്തിക്കോളൂ. അൽഹംദുലില്ലാഹ്, അന്ന് മുതൽ ഇന്ന് വരെ ഇനിയും ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിന് നല്ല ഭക്ഷണമാണ്. എപ്പോഴും എല്ലാ ദിവസവും ഇവിടെ തുടക്കം കുറിച്ചത് മുതൽ എല്ലാ ദിവസവും ഇറച്ചിക്കറി അല്ലെങ്കിൽ കോഴിക്കറിയാണ്. അത് മഹാനായ തങ്ങൾ ഉസ്താദ് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു. കുറേ ഉപദേശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഉപദേശമാണ്, എത്ര മുത്തഅല്ലിമീങ്ങൾ വന്നാലും എടുത്തോ, പക്ഷെ ഇപ്രാവശ്യം കൂടുതൽ എടുക്കാൻ നമുക്ക് സാധിച്ചില്ല. കാരണം താമസിക്കാനുള്ള ബിൽഡിങ്ങിന് സൗകര്യം പോരായ്മ കൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്നോ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, രാവിലെ വന്ന് ഉച്ചവരെ ഇവിടെ ഇരുന്ന് ഇവിടെ ദർസ് തുടങ്ങണമെന്ന് നിർബന്ധിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പയ്യക്കി തങ്ങൾ ഉസ്താദ് ഇവിടെ എല്ലാ വിഷയത്തിലും ഇടപെട്ട് നമുക്ക് നേതൃത്വം തന്നിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ബായാർ അബ്ദുൽ ഉസ്താദ്, ബായാർ ഉസ്താദ് ആ വഫാത്താകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ ദർസ് നടത്താൻ വേണ്ടി വരും, ഹദീസ് ക്ലാസ് ഞാൻ നടത്തും. അതുപോലെ തന്നെ സബീർ അസ്സരി ഉസ്താദിന്റെ ഉസ്താദാണ്. ഇവിടെ പ്രവർത്തിക്കാനും നിർബന്ധിച്ച് ഇവിടുന്ന് എവിടെയും പോകണ്ട എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് സബീർ ഉസ്താദിന്റെ മരണത്തിന് മുമ്പ് കുറച്ച് ദിവസം പറയുകയുമുണ്ടായി. അതുകൊണ്ട് അങ്ങനെയുള്ള ഉസ്താദുമാരുടെ നേതൃത്വവും അവിടുത്തെ ദുആഹുമാണ് ഈ സ്ഥാപനത്തിന് ഉള്ളത്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ, ആറ്റുതങ്ങളെ പറയാതിരിക്കാൻ പറ്റില്ല. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ അവിടുന്ന് ദർസ് തുടങ്ങുമ്പോൾ ആദ്യം മുത്തഅല്ലിമീങ്ങളെ അയക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത സയ്യിദ് അവറുകൾ, അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. ഇങ്ങനെ നമ്മോട് എല്ലാ നിലക്കും നമ്മുടെ ഉസ്താദുമാർ അതുപോലെ തന്നെ സയ്യിദന്മാരുടെയും ദുആഹും ഉപദേശവുമാണ് ഈ സ്ഥാപനത്തിന് ഉള്ളത്. അല്ലാഹു തആല അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.